പലതരത്തിലുള്ള കലാരൂപങ്ങളും കലയുടെ ടൈം ലൈനും നമുക്ക് പരിചയമാണ്. ഏൻഷ്യന്റ് ആർട്ട്, മിഡീവൽ ആർട്ട്, റിനൈസൻസ് ആർട്ട്, ബറൂക്ക് ആർട്ട്, റോക്കോക്കോ ആർട്ട്, നിയോ ക്ലാസിക്കൽ ആർട്ട്, റൊമാൻറ്റിസിസം, റിയലിസം, ഇംപ്രഷനിസം, പോസ്റ്റ് ഇംപ്രഷനിസം, സിംബോളിസം, എക്സ്പ്രഷനിസം, ക്യൂബിസം, അങ്ങനെ പലതും കലയുടെ ചരിത്രത്തിൽ ഉൾപ്പെടുന്നു. ടൈം ലൈനിന്റെ ഏറ്റവും ഒടുവിൽ വരുന്ന മൂവ്മെന്റ് ആണ് മോഡേൺ ആർട്ട്. മോഡേൺ ആർട്ടിൽ പലപ്പോഴും പരീക്ഷണങ്ങളും പരമ്പരാഗത കലയുടെ പുതുമയുള്ളതും അതുപോലെ അബ്സ്ട്രാക്ട് ഫോമിലുമാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ അത്തരമൊരു മോഡേൺ കലയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആർട്ടിന്റെ പേര് റിതം ഓഫ് മറീന. 1974 നേപ്പിൾസിൽ മോണ്ടിനെഗ്രിയൻ കലാകാരിയായ മെറീന അബ്രമോവിച്ചിന്റെ 6 മണിക്കൂർ പ്രകടന കലാസൃഷ്ടിയായിരുന്നു റിതം. മെറീന ഒരു മേശപ്പുറത്ത് 72 വസ്തുക്കൾ വെച്ചു. അവയിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്റെ ശരീരത്തിൽ ചെയ്യാൻ പ്രേക്ഷകരെ അവൾ അതിലേക്ക് ക്ഷണിച്ചു. അവൾ നിശ്ചലയായി നിൽക്കുമെന്നത് ഈ റൂൾസിന്റെ ഒരു ഭാഗമായിരുന്നു. റോസ്, തൂവൽ, സുഗന്ധദ്രവ്യങ്ങൾ, തേൻ, റൊട്ടി, മുന്തിരി, വീഞ്ഞ്, കത്രിക, ഒരു സ്കാൽപ്പൽ, നഖങ്ങൾ, ഒരു മെറ്റൽ ബാർ, ഒരു തോക്ക്, ഒരു ബുള്ളറ്റ് എന്നിവ അതിൽ ഉൾപ്പെട്ടിരുന്നു. അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെയായിരുന്നു: 72 വസ്തുക്കൾ ഉള്ളതിൽ നിങ്ങൾക്ക് ഏതും എന്നിൽ ഉപയോഗിക്കാം. ഞാനാണ് ഒബ്ജക്റ്റ്. 6 മണിക്കൂറാണ് സമയം. ഈ പീരിയഡിനുള്ളിൽ നടക്കുന്ന എന്ത് സംഭവത്തിനും ഞാൻ തന്നെയായിരിക്കും ഉത്തരവാദി. അങ്ങനെ ആർട്ട് തുടങ്ങി. അതിനിടയിൽ നടന്ന സംഭവത്തെപ്പറ്റി ആർട്ട് ക്രിട്ടിക്കായ തോമസ് മെഡ്വാലി പറയുന്നത് ഇങ്ങനെയാണ്: അത് ശാന്തമായിട്ടാണ് ആരംഭിച്ചത്. ആരോ ഒരാൾ അവളെ പുറം തിരിച്ചു നിർത്തി. ആരോ അവളുടെ കൈകൾ വായുവിലേക്ക് നീട്ടി. ആരോ അവളെ അടുത്തറിഞ്ഞു. 3-ാം മണിക്കൂറിൽ അവളുടെ വസ്ത്രങ്ങളെല്ലാം റേസർ ബ്ലേഡുകളാൽ മുറിഞ്ഞു. 4-ാം മണിക്കൂറിൽ അതേ ബ്ലേഡുകൾ അവളുടെ ചർമ്മത്തെ മുറിച്ചു. അവളുടെ രക്തം ആരെങ്കിലും കുടിക്കാൻ വേണ്ടി അവളുടെ കഴുത്തിൽ ചെറിയ മുറിപ്പാട് വരുത്തി. അവളുടെ ശരീരത്തിൽ ചെറിയ ലൈംഗിക അതിക്രമണങ്ങൾ നടത്തി. ബലാത്സംഗത്തെയോ കൊലപാതകത്തെയോ എതിർക്കാത്ത വിധം അവൾ ആ സമയമെല്ലാം പ്രതിബദ്ധത പുലർത്തിയിരുന്നു. നിറച്ച തോക്ക് മെറീനയുടെ തലയിലേക്ക് കയറ്റുകയും സ്വന്തം വിരൽ ട്രിഗറിന് ചുറ്റും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പ്രേക്ഷക വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. പരീക്ഷണത്തെപ്പറ്റി മെറീന പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ അത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്താൽ അവർക്ക് നിങ്ങളെ കൊല്ലാൻ സാധിക്കും. എനിക്ക് ശരിക്കും ലംഘനമായി തോന്നി. അവർ എൻ്റെ വസ്ത്രങ്ങളിൽ മുറിച്ചു. എൻ്റെ വയറ്റിൽ റോസാമുള്ളുകൾ കുത്തി. ഒരാൾ എൻ്റെ തലയ്ക്ക് നേരെ തോക്ക് ലക്ഷ്യമാക്കി. മറ്റൊരാൾ അത് എടുത്തു കളഞ്ഞു. അത് അക്രമാസക്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. കൃത്യം 6 മണിക്കൂറിന് ശേഷം പ്ലാൻ ചെയ്തതുപോലെ ഞാൻ എഴുന്നേറ്റ് സദസ്സിലേക്ക് നടക്കാൻ തുടങ്ങി. യഥാർത്ഥ ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ഓടി ഒളിച്ചു. റിതം ഓഫ് മറീനയുടെ ഉദ്ദേശം പൊതുജനങ്ങൾ ഇത്തരം സിറ്റുവേഷനിൽ എത്രത്തോളം പോകുമെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു. അവൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്തു. കലയ്ക്ക് മനുഷ്യനെ സന്തോഷിപ്പിക്കാനും സംതൃപ്തിപ്പെടുത്താനും കഴിയും. അതുപോലെ മനുഷ്യന് അവൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കാനും കല കൊണ്ട് സാധിക്കും.